ഹായ് ഹലോ കൂട്ടുകാരി, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ വീഡിയോസൊക്കെ എടുക്കാറുണ്ട് അല്ലേ, ഷോർട്സും വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇടാറുണ്ട്. അത് ഏത് ആപ്ലിക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക എഡിറ്റ് ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. യൂട്യൂബിൻ്റെ തന്നെ YT ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ. അത് ഈ ഇടയായിട്ടാണ് കേട്ടോ, ഒരു 6-7 മാസമായിട്ടാണ് കേട്ടോ അത് ലോഞ്ച് ചെയ്തത്. അപ്പം അത് പലർക്കും അറിയാമായിരിക്കും, അറിയാത്തവരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. പുതിയതായിട്ട് വന്നിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലായിട്ട് ഉപകാരപ്പെടുക. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കതിൽ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വോയിസ് ഓവർ ആണെങ്കിലും വോളിയോ ആണെങ്കിലും, വോളിയോ നല്ല ഹൈ വോളിയോ ഒക്കെ ഉണ്ട്. അപ്പം ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ YT ക്രിയേറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. താഴെ ഒരു പ്ലസ് ചിഹ്നം ഉണ്ട്, അത് കാണാതെയാണ് കേട്ടോ ഇതിൽ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗാലറിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യാം. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, വീഡിയോ എഡിറ്റിംഗ് മാത്രമേ ഇതിൽ പറ്റത്തുള്ളൂ കേട്ടോ. ഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ ആവും, 5 സെക്കൻഡ് വീഡിയോ ആവും കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏത് വീഡിയോ എടുക്കാമെന്ന് നോക്കണം. അപ്പോൾ ഏകദേശം ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ട് കൊടുക്കുക, വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അത് ഗാലറിയിൽ നിന്നും YT ക്രിയേറ്റിലേക്ക് ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ 14 സെക്കൻഡ് വീഡിയോ വന്നിട്ടുണ്ട്. നമുക്കതിൽ എന്താ പറയുക കളർ ചേഞ്ചിങ് ഒക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. വൈബ്രേറ്റ്, വിൻറ്റേജ്, അങ്ങനെ പല പോപ്പ്, അങ്ങനെ ഒരുപാട് ഇതിൽ ഉണ്ട് കേട്ടോ. ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ്, ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക്, അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ അങ്ങനെ പലതും കൊടുക്കാം. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇൻഷൂട്ടിലെ പോലെ തന്നെ ഉണ്ട്, പക്ഷേ ഇൻഷൂട്ടിൽ കുറച്ച് പതുക്കെയാണ് വരത്തുള്ളൂ. അപ്പോൾ ഇതിലാകുമ്പോൾ ഇത് യൂട്യൂബിൻ്റെ തന്നെയാണ്, അപ്പോൾ കുറച്ച് സ്പീഡും കൂടി വരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് വെർട്ടിക്കലായി പോയിട്ടോ വീഡിയോ, കാരണം ഞാൻ എടുക്കുമ്പോൾ ഹൊറിസോണ്ടലായിരുന്നപ്പോൾ വെർട്ടിക്കലായി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റ് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ വെറുതെ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെറൈറ്റീസ് കളേഴ്സൊക്കെ ഉണ്ട് ധാരാളം. എന്താ പറയുക, ഓരോ മോഡൽ ലെറ്റേഴ്സൊക്കെ എഴുതിയിട്ടുള്ളതുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ വരെ ഇട്ട് കൊടുക്കുന്നുണ്ട്, എഴുതിയിട്ടൊന്നുമില്ല. അപ്പോൾ അതാ കണ്ടില്ലേ വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് നന്നായിട്ട് നീട്ടി കൊടുക്കാം കേട്ടോ. വലിച്ച് നീട്ടി കൊടുക്കാൻ എത്ര വേണമെങ്കിലും കട്ട് ചെയ്യാം, ഇടയിൽ സ്പ്ലിറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്താ പറയുക, യൂട്യൂബ് തുടങ്ങിയവരാണെങ്കിൽ, ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും കേട്ടോ ഇതിലൂടെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ കണ്ടില്ലേ, എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഇപ്പോൾ വളരെ ഈസിയാണ് മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട്, മറ്റ് ആപ്ലിക്കേഷൻസിനെയൊക്കെ അപേക്ഷിച്ചിട്ട്. വോളിയം അതേപോലെ 4 ഉണ്ട് കേട്ടോ. നല്ല സ്പീഡാണ്, മൈക്കൊന്നും വേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ വോളിയം നന്നായിട്ട് സൗണ്ടൊക്കെ വരാം കേട്ടോ. നമുക്ക് നമ്മൾ വോളിയം കൊടുത്തിട്ട് ഓഫാക്കാം, അല്ലെങ്കിൽ പാട്ടിൻ്റെ മാത്രം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. സാധാ വോളിയം കൊടുത്താൽ നല്ല വോയിസ് ഒക്കെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ പല ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും കാണിച്ചു തരുന്നില്ല. ഇനി എന്ന് പറയുന്നത് ഞാൻ സ്റ്റിക്കേഴ്സിലാണ് കേട്ടോ ക്ലിക്ക് ചെയ്യുന്നത്. നമുക്ക് സ്റ്റിക്കേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ പല സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. സബ്സ്ക്രൈബിൻ്റെ തന്നെ പല സ്റ്റിക്കേഴ്സ് ഉണ്ട്, ലൈക്ക്, അതുപോലെ ഒരുപാട് ഏത് സ്റ്റിക്സ് വേണം നമുക്ക് അവിടെ സെർച്ചിൽ പോയി സെർച്ച് ചെയ്ത് കൊടുത്താൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു ലൈക്കിൻ്റെ സ്റ്റിക്കർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ എന്ന് അറിയുന്നില്ല, കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. കണ്ടില്ലേ, ലൈക്കിൻ്റെ വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉണ്ട്, ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇതുണ്ട്, മറ്റുള്ള ഇതുപോലെയല്ല കേട്ടോ, ഇതിനേക്കാളും ഒരുപാടുണ്ട്. നമ്മൾ വീണ്ടും ഓവർലൈ കൊടുത്തിരിക്കണം കേട്ടോ. ഒരു ഓവർലൈയിൽ ക്ലിക്ക് ചെയ്യാൻ വെച്ചാൽ നമുക്ക് നമ്മുടെ ഗാലറിയിൽ പോയിട്ട് ഏതായാലും അതിൻ്റെ മേലെ കൊണ്ട് വെക്കാൻ പറ്റും. ഞാനൊരു ഫോട്ടോ അതിൽ ഓവർലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ വന്നിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും അതൊന്ന് നീട്ടി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഓൺ ദിസ് ടൈമിൽ വരികയാണ് കേട്ടോ, അത് ഇടയിൽ വരാറുണ്ട്. അപ്പോൾ നമുക്കിനി വോയിസ് ഓവർ കൊടുക്കാം. ഞാൻ വോയിസ് ഓവറിൽ പോയി കൊടുത്താണ്. അപ്പോൾ വോയിസ് ഓവർ വെറുതെ കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാം. മുമ്പുള്ള സൗണ്ട് നമുക്ക് ഓഫാക്കി വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ വോയിസ് ഓവറിലെ സൗണ്ട് കൂടെ നന്നായിട്ട് കൂട്ടി കൊടുക്കാം. പല ഇത് കാണാൻ സാധിക്കും ഇതിൽ. അപ്പോൾ ഞാൻ എല്ലാം കാണിക്കുന്നില്ല, വീണ്ടും പറയാണ്. അപ്പോൾ ഇനി നമുക്ക് സൗണ്ടിൽ പോയി കഴിഞ്ഞാൽ പലതരം സൗണ്ട് ഉണ്ട് കേട്ടോ. ഹാപ്പി മൂഡ്, അങ്ങനെ ലവ്, അങ്ങനെ പല സൗണ്ട്സ് ഉണ്ട്. യൂട്യൂബിന് തന്നെ സൗണ്ട്സ് ആയത് കാരണം മ്യൂസിക്കാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ വളരെ ഫ്രീ ആയിട്ട് നമുക്കിത് പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു കോപ്പിറൈറ്റും ഇല്ലാതെ തന്നെ. അപ്പോൾ മറ്റുള്ളതിലൊക്കെ നമ്മൾ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരുമോ ഒന്നും പേടിക്കേണ്ട
ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സോങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് എന്താ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ കിടക്കും. നമുക്കത് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗാലറിയിൽ എത്തുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഞാൻ 9 സെക്കൻഡ് ആക്കി കൊടുത്താണ് കേട്ടോ സ്പീഡ് കൂട്ടിയിട്ട്. അപ്പോൾ ഗാലറിയിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു YT ക്രിയേറ്ററിൽ എങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം, അത് എക്സ്പോർട്ട് ചെയ്യാമെന്നല്ലേ. വളരെ പെട്ടെന്ന് നമുക്ക് എക്സ്പോർട്ടിങ് ആയി കിട്ടും കേട്ടോ. ഇൻഷൂട്ടിലൂടെയും മറ്റേ ഇതിലൊക്കെ പോലെയല്ല, കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ഇതിൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഒരുപാട് സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് യൂട്യൂബിൽ തന്നെ. അപ്പോൾ എന്താ പറയുക, കോപ്പിറൈറ്റോ കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് പേടിയില്ലാതെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Okay, bye. Thank you.